ഈ കാണുന്ന ദ പാരീസ് വിൻസി മിൽസ് കാനഡയിലെ പാരീസിലെ ഏറ്റവും പുരാതനമായ കെട്ടിടങ്ങളിൽ ഒന്നാണ്. വിൻസി എന്നത് വൂൾ ആൻഡ് കോട്ടൺ, ഇത് രണ്ടും കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു തുണിത്തരത്തിന്റെ പേരാണ്. ഇപ്പോൾ ഇവിടം കരകൗശല വസ്തുക്കളുടെ വിൽപ്പനയും കഫേകളും ഒക്കെയുള്ള ഒരു വാണിജ്യ സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കാനഡയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായ പാരീസിലൂടെയാണ് ഇന്നത്തെ യാത്ര. കുട്ടികളിലെ ചിത്രരചനാ വാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതടക്കം പാരീസ് നഗരത്തെക്കുറിച്ചുള്ള വർണ്ണശബളമായ ചിത്രങ്ങളോട് കൂടിയ ലഘുലേഖകൾ ഈ വിസിറ്റർ ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്ന് ലഭ്യമാണ്. ഇത് വിൻസി മിൽസിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. Yes. ആദ്യം കൂട്ടി ഞങ്ങൾ അടുത്തതായി പോയത് പാരീസ് ലയൺസ് ക്ലബ് പാരീസ് നഗരത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ലയൺസ് പാർക്കിലേക്കാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഗ്രീനറി തന്നെയാണ്. നോക്കൂ, എന്തൊരു പച്ചപ്പാണ് ഇവിടെ. ഈ പച്ചപ്പിലൂടെ കുട്ടികൾ കളിച്ചു നടക്കുന്നത് കാണാൻ തന്നെ എന്തു ഭംഗിയാണ്. ഈ മരങ്ങൾക്ക് താഴെ നിൽക്കുമ്പോൾ കാറ്റിന് കൂടുതൽ ഭംഗിയുള്ളതായി തോന്നുന്നു. ഓക്സിജൻ ഇൻ അബണ്ടൻസ് ആണ് ഇവിടെ. മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് ഇത് ഒരുപാട് ഗുണം ചെയ്യും എന്നതിൽ സംശയമില്ല. കാനഡയിലെ പ്രധാനപ്പെട്ടൊരു കായിക വിനോദമാണ് സോഫ്റ്റ് ബോൾ. പാരീസ് യൂത്ത് സോഫ്റ്റ് ബോൾ അസോസിയേഷന്റെ 2 മനോഹരമായ ഗ്രൗണ്ടുകൾ ഈ പാർക്കിനോട് ചേർന്ന് കാണാൻ കഴിയും. അതാ അവിടെയുള്ള 2 ഗ്രൗണ്ടുകളിലും സോഫ്റ്റ് ബോൾ മത്സരം തകൃതിയായി പുരോഗമിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വലിയ പ്രചാരമില്ലാത്ത 2 ബോളുകളാണല്ലോ ഈ സോഫ്റ്റ് ബോളും ബേസ്ബോളും.
ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അദ്ദേഹത്തിന്റെ കുടുംബ വീട് ഈ പാരീസ് നഗരത്തിലാണ്. ലോകത്താദ്യമായി കൈമാറപ്പെട്ട ആ ടെലിഫോൺ സന്ദേശം അദ്ദേഹം അയക്കുന്നത് ഈ പ്രദേശത്ത് ജീവിക്കുമ്പോഴാണ്. ലോകത്തിലെ ആദ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ സ്ഥാപനവും അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ബെൽ എന്ന സ്ഥാപനം ഇന്നും കാനഡയിൽ വിജയകരമായി പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ്. ലയൺസ് പാർക്കിനെയും പാരീസ് ഡൗൺ ടൗണിനെയും കണക്ട് ചെയ്യുന്ന ഒരു മനോഹരമായ പാലമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഈ പാരീസ് നഗരത്തെ അറിയപ്പെടുന്നത് കാനഡയിലെ കോബിൾ സ്റ്റോൺ ക്യാപിറ്റൽ എന്നാണ്. 19-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ധാരാളം ബിൽഡിങ്ങുകൾ ഇന്നും ഈ പാരീസ് നഗരത്തിൽ കാണാൻ കഴിയും. അക്കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മനോഹരമായ ചർച്ചാണ് ഈ കാണുന്നത്. യൂറോപ്യൻ എസ്തറ്റിക് ശില്പഭംഗിയാണ് പാരീസ് ഡൗൺ ടൗണിലെ ഓരോ ബിൽഡിങ്ങുകൾക്കും. അവിടെ മനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ഒന്റാറിയോയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രാൻഡ് നദിയാണ്. ഈ നദി പാരീസ് ഡൗൺ ടൗണിനെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കുന്നു. ഫസ്റ്റ് വേൾഡ് വാറിൽ കാനഡയെ റെപ്രസെന്റ് ചെയ്ത് ഫ്രാൻസിനു വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്കുള്ളൊരു സ്മാരകമാണ് ഈ കാണുന്നത്. ഡൗൺ ടൗണിൽ നിന്ന് ലയൺസ് പാർക്കിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. വീണ്ടും ഞങ്ങൾ ലയൺസ് പാർക്കിലേക്ക് ഈ പാലത്തിലൂടെ പോവുകയാണ്. കാരണം പാർക്കിന്റെ പാർക്കിങ്ങിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. പാർക്കിലെത്തിയ ആദ്യക്ക് വീണ്ടും പാർക്കിൽ കുറച്ചു സമയം കൂടി സ്പെൻഡ് ചെയ്യണമെന്നൊരാഗ്രഹം. പക്ഷിയെ പോലെ പറക്കണമെന്നാണ് ആദ്യക്ക് ആഗ്രഹം. പക്ഷെ അതെന്തായാലും പറ്റില്ലല്ലോ. മനുഷ്യനെ കൊണ്ട് പറ്റുന്നത് പോലെ കറക്കാമെന്ന് കരുതി. കുട്ടികളുമായി എല്ലാ തരത്തിലുള്ള ഫൺ ആൻഡ് ഫ്രോളിക്സും അവരുമായി നമുക്കൊരു ബോണ്ട് ബിൽഡ് ചെയ്യുന്നതിനും അവർക്ക് നമ്മളിലുള്ളൊരു ട്രസ്റ്റ് രൂപപ്പെടുന്നതിനുമൊക്കെ ഒത്തിരി സഹായം ചെയ്യും. അടുത്തതായി ഞങ്ങൾ പെൻമാൻസ് ഡാമിലേക്കാണ് പോകുന്നത്.
ഗ്രാൻഡ് നദിക്ക് കുറുകെയാണ് ഈ ഡാം പണി കഴിപ്പിച്ചിരിക്കുന്നത്. പാരീസിലെത്തുന്ന സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ഇവിടം. ഇവിടുത്തെ പാർക്ക് ബെഞ്ചുകളിലിരുന്ന് സമാധാനത്തോടെ പുസ്തകം വായിക്കുന്ന പുസ്തക സ്നേഹികളെയും പ്രകൃതി സ്നേഹികളെയും ഇവിടെ കാണാൻ കഴിയും. ഈ പുഴകളും മരങ്ങളും നീലാകാശവുമൊക്കെ മനുഷ്യനെ സമാധാനമുള്ളവനാക്കാൻ സഹായിക്കും എന്നതിൽ സംശയമില്ല. കുറച്ചു നേരമായി ആ മനുഷ്യൻ അവിടെ ഇരുന്ന് മീൻ പിടിക്കാൻ നോക്കുകയാണ്. ഒരു നദിക്ക് മുകളിലൂടെ ട്രെയിൻ പോകുന്ന കാഴ്ച ഒരു പുതിയ കാര്യമേ അല്ല. സ്വന്തം നാടായ പുനലൂരിലെ കല്ലടയാറിന്റെ മുകളിലൂടെ ട്രെയിൻ പോകുന്നത് തൂക്കുപാലത്തിലിരുന്ന് കാണുന്ന ആ വൈകുന്നേര കാഴ്ചകൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തി. പുഴയിൽ ഇറങ്ങണമെന്നാണ് കുട്ടികളുടെ ആഗ്രഹം. പക്ഷേ സേഫ്റ്റി നോക്കണമല്ലോ. അതുകൊണ്ട് സ്വയം ഒരു കല്ലായി സങ്കല്പിച്ച് വെള്ളത്തിലേക്ക് ചാടി നോക്കി ആഹ്ലാദം കണ്ടെത്തുകയാണ് ഇവിടെ. നേരം സന്ധ്യയായി തുടങ്ങിയിരുന്നു. സന്ധ്യ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും രാത്രി 8:30 പക്ഷേ പകൽ ദൈർഘ്യം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. കൺട്രി സൈഡ് റോഡിലൂടെയാണ് മടക്കയാത്ര. ഈ വീഡിയോ കണ്ടതിന് നന്ദി. പുതിയൊരു യാത്രയുമായി വീണ്ടും വരാം. നന്ദി.